പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരുടെ മേലും ദൈവ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, സ്വർഗീയ സന്തോഷം, സൗഖ്യങ്ങൾ, അഭിഷേകങ്ങൾ, കൃപാവരങ്ങൾ, സമാധാനം സമൃദ്ധമായി നിറയാൻ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഇപ്പോൾ കർത്താവ് അനുഗ്രഹം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ചില ഞായറാഴ്ചകളിൽ എനിക്ക് നിങ്ങളോട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ പ്രിയദാസൻ ബിനോയ് കരിമരുതങ്കലച്ചൻ വളരെ സ്തുത്യർഹമായി ദൈവം നൽകിയ കൃപയ്ക്കനുസരിച്ച് ശുശ്രൂഷകൾ ചെയ്ത് ദൈവമായ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാനും അതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞ് കേൾക്കാനും ഇടവന്നു. എനിക്ക് വലിയ സന്തോഷം. നിങ്ങളതെല്ലാം പങ്കുചേരണം. ഒരാഴ്ച പോലും നിങ്ങൾ മിസ്സാക്കരുത്. ബിനോയ് അച്ഛൻ കർത്താവ് പ്രത്യേക ഈ ഒരു കാര്യത്തിന്, കാരണം എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് എല്ലാത്തിലും എത്തിപ്പെടാൻ പറ്റാത്ത സമയത്തെല്ലാം കർത്താവ് ബിനോയ് അച്ഛൻ വഴി ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ആ അത്യുദ്ധാനത്തെ നമ്മൾ ആദരിക്കണം. അച്ഛൻ്റെ ആ ശുശ്രൂഷകൾ എല്ലാവരും കൂടണം. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ഞാൻ ഓർക്കുകയാണ്, സഹീവൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവ് ശുശ്രൂഷകളൊക്കെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഞാനൊരു അടുത്തൊരു കൺവെൻഷൻ ശുശ്രൂഷയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കർത്താവ് ബിനോയ് അച്ഛനെയാണ് ഒരുക്കിക്കൊണ്ട് വന്നത്. പിന്നീട് ധ്യാന കേന്ദ്രത്തിൻ്റെ ഞാൻ ഒരു 8-10 വർഷക്കാലം 10 വർഷത്തിലധികമായി വളരെ മനോഹരമായ ശുശ്രൂഷകൾ ബിനോയ് അച്ഛനിലൂടെ കർത്താവ് ചെയ്തു. അച്ഛന് കർത്താവ് നൽകിയ കൃപാദാനങ്ങളെ ഓർത്ത് കർത്താവിന് കൊടാനുകോടി നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മൊബിലൈസ് ചെയ്ത് ധാരാളം പേരെ കൂട്ടണം. അച്ഛനിലൂടെ കർത്താവ് വചനത്തിൻ്റെ വലിയ അനോയിൻറ്റിങ് നമുക്കെല്ലാവർക്കും ചൊരിഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൊബിലൈസ് ചെയ്ത് ധാരാളം ആളുകളെ ബിനോയ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശുശ്രൂഷകളിലേക്ക് കൂട്ടണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇതെല്ലാം ഒറ്റ ശുശ്രൂഷയാണ്. ഒരേ ദൈവത്തിൻ്റെ ഒരേ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. വിവിധ ഉപകരണങ്ങളെ കർത്താവ് ഉപകരണങ്ങളാക്കി വെക്കുന്നതേ ഉള്ളൂ. ഞാനായാലും ബിനോയ് അച്ഛനാണെങ്കിലും സാംസണച്ചനാണെങ്കിലും അതുപോലെ തന്നെ സാജു അച്ഛനാണ്, മറ്റെല്ലാ ഏത് അച്ഛന്മാരാണെങ്കിലും അതൊക്കെ ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. 1 കൊറിന്തോസ് 3-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, 1 കൊറിന്തോസ് 3:5. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ച് തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. അതാണ് ശുശ്രൂഷകരുടെ സ്ഥാനം. കർത്താവ് നിശ്ചയിച്ച് തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ആരാണ് ഈ ശുശ്രൂഷയുടെ അധിനാഥൻ? കർത്താവായ യേശു. ആരാണ് വചനം ഈ ഉപകരണങ്ങളിലൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവായ യേശു. ആരാണ് ജീവൻ്റെ ആത്മാവിനെ നമ്മുടെ മേലെ പകരുന്നത്? കർത്താവായ യേശു. ആരുടെ നാമത്തിലാണ് സൗഖ്യങ്ങൾ സംഭവിക്കുന്നത്? കർത്താവായ യേശു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, യേശു ക്രിസ്തുവിൻ്റെ നാമം എന്നെന്നും മഹത്വപ്പെടുമാറാകട്ടെ. വിവിധ ഉപകരണങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ മനുഷ്യർക്കുള്ള സ്ഥാനം. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കുട്ടികളെ ഓർത്ത് പ്രത്യേക ദൈവം നന്ദി പറയണം. ചിൽഡ്രൻ, ആർ യു ഹാപ്പി? നിങ്ങളുടെ സ്വരം ഞാൻ ഭാവനെ കാണുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് എല്ലാ രോഗികൾക്കും വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. രോഗികളുടെ മേൽ വലിയ അസാധാരണ കൃപ, സൗഖ്യത്തിൻ്റെ കൃപ നൽകി രോഗികളുടെ രോഗപീഠകളിൽ അത്ഭുത സൗഖ്യങ്ങൾ ഇന്ന് സംഭവിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്നിവിടെ കൂടുന്ന യുവതീ യുവാക്കന്മാരുടെ നിയോഗങ്ങൾ, ജോലി തടസ്സങ്ങൾ അതെല്ലാം മാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇന്ന് കൂടുന്ന ഒത്തിരി പേരുടെ കടബാധ്യതകളിൽ ദൈവശക്തി ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അതുപോലെ ഇന്ന് ഒത്തിരി പേർക്ക് അവരുടെ കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാതെ, പ്രത്യേകിച്ച് ദമ്പതികൾ തമ്മിൽ കലഹം, കുടുംബ വഴക്കുകൾ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, അങ്ങനെ വഴക്കും കലഹവും നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടു. മദ്യപാനവും ലഹരിയുടെ അടിമത്തം ജീവിതം തന്നെ താറുമാറായി. ജീവിതത്തിൽ ഒരുപാട് അരാജകത്വങ്ങൾ, പാപ അടിമത്തങ്ങൾ, തഴക്കദോഷങ്ങൾ, രക്ഷപ്പെടാൻ പറ്റാത്ത പാപ സ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കണം. ദൈവകൃപ വ്യത്യാസപ്പെടുത്തും. ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെടും. ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെടും. അപ്പോൾ മാറ്റങ്ങളുണ്ടാവും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന, പ്രത്യേകിച്ച് വിവാഹം നടക്കാൻ തടസ്സമുള്ള കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നുണ്ട്. കല്യാണത്തിന് എത്ര നോക്കിയാലും നടക്കുന്ന തടസ്സങ്ങളുള്ള കുടുംബങ്ങളുടെ നിയോഗങ്ങൾ ഇന്ന് പ്രത്യേക ഈശോയുടെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഒത്തിരി പേര് വിദേശ പ്രവാസികളായി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി കഴിയുന്നവരുടെ കഷ്ടതയും കണ്ണുനീരും പ്രത്യേകം സമർപ്പിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നാനാജാതി മതസ്ഥരെല്ലാ ഗോത്രങ്ങളുടെയും ജനപദങ്ങളുടെയും ദുഃഖഭാരങ്ങൾ ഇന്ന് ഈ സമയം നമ്മൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്താം. ഓ ആത്മാവേ, റൂഹായേ, ശക്തി പകരണമേ. അത്യുന്നതൻ്റെ ശക്തി ഇപ്പോൾ ആവസിക്കണം. ദൈവകൃപ പ്രത്യക്ഷപ്പെടണം. പ്രകടമായ സൗഖ്യങ്ങൾ ഉണ്ടാകണം. പ്രകടമായ ഡെലിവറൻസ് സംഭവിക്കട്ടെ. പൈശാചിക ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. ദുർബാധകൾ വിട്ടുമാറിപ്പോകട്ടെ. ദൈവശക്തിയുടെ പ്രകടമായ വെളിപ്പെടലുകൾ സംഭവിക്കട്ടെ. ഓ അനോയിന്റിങ് വ്യാപരിക്കട്ടെ. ശക്തമായ ദൈവശക്തി, സ്വർഗത്തിന്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കുലുങ്ങുമാറ് ഇപ്പോൾ ദൈവശക്തി വെളിപ്പെടട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആരാധന 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 ആരാധന. രണ്ട് കരം ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പവർ പവർ. ഓ ഹോളി സ്പിരിറ്റ്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, റൂഹായേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയിലഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. ആദിമസഭയിലെ അഭിഷേകം ഞങ്ങളിൽ നിറയണമേ. ആദിമസഭയിലെ അഭിഷേകം ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ, റൂഹായേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, റൂഹായേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, റൂഹായേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, ബലഹീനരായ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരണമേ. സഹായത്തിനായി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. പുതിയൊരു ജീവൻ, പുതിയൊരു ഹൃദയം ആത്മാവേ നൽകണമേ. പുതിയൊരു ജീവൻ, പുതിയൊരു ഹൃദയം ആത്മാവേ നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. ആത്മാവേ, റൂഹായേ, എന്നിൽ നിറയണമേ. ആത്മാവേ, റൂഹായേ, എന്നിൽ നിറയണമേ. ആത്മാവേ, റൂഹായേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. ആരാധന ആരാധന ആരാധന. എല്ലാ ശൂന്യതയും നികത്തണമേ പരിശുദ്ധാത്മാവേ. സങ്കടങ്ങൾ നീക്കണമേ പരിശുദ്ധാത്മാവേ. കണ്ണുനീര് ഒപ്പിയെടുക്കണമേ പരിശുദ്ധാത്മാവേ. ഹൃദയ വ്യതകളിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ. എല്ലാ ശൂന്യതകളെയും സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. കുഞ്ഞു മക്കളെ തൊടണമേ. കുഞ്ഞു മക്കളെ തൊടണമേ.
കുഞ്ഞുങ്ങളെ കൈകളിൽ എടുക്കണമേ. ഓരോ ആത്മാവിനെയും കൃപ കൊണ്ട് പൊതിയണമേ. സമാശ്വാസം നൽകണമേ. കുളിർമ നൽകണമേ. സമാധാനം നൽകണമേ. ആശ്വാസം നൽകണമേ. വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം നൽകണമേ. വിശുദ്ധി നൽകണമേ. ദൈവഭയം നൽകണമേ. വചനാഭിഷേകം നൽകണമേ. ശുശ്രൂഷാവരങ്ങൾ നൽകണമേ. ദൈവസ്നേഹം നിറയ്ക്കണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. ചിൽഡ്രൻ, നിങ്ങളെ ഞാൻ പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്. ഐ ലവ് യു സോ മച്ച്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 14. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ വേറൊരു സ്ഥലത്തായിരുന്നു യേശു, അവിടുന്ന് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള പാരഗ്രാഫ് മരുഭൂമിയിലെ പരീക്ഷയാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. യേശു ജനിച്ചത് എങ്ങനെയാണ്? യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. യേശു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു വന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉരുവായി. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം. യേശു വളർന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. യേശു മാമോദിസ മുങ്ങി. ജോർദാൻ നദിയിൽ മാമോദിസ മുങ്ങുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, നിങ്ങൾ ഇവനെ ശ്രവിക്കുവിൻ എന്ന് ചുറ്റുമുള്ളവർ കേൾക്കുന്ന വിധം സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി, അരുളപ്പാടുണ്ടായി. പിതാവ് അത്ര ഇഷ്ടത്തോടെ പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നമ്മൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? നമ്മളെക്കുറിച്ച് അങ്ങനെ സ്വർഗം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുവിനെക്കുറിച്ച് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, നിങ്ങൾ ഇവനെ ശ്രവിക്കുവിൻ. കറകളഞ്ഞ കുറ്റമറ്റ പുത്രൻ എന്നാണ് പറയുന്നത്. അത്രയും ടോപ്പായി പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. ആ യേശു ജോർദാനിൽ മാമോദിസ മുങ്ങിയതിനു ശേഷം ദൈവത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? മരുഭൂമിയിലേക്ക്. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ ധ്യാനം കൂടി, നമ്മൾ നല്ല പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ച പിന്നെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളൊന്നും ഇല്ലാത്ത നല്ല സുഖം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ വളർച്ചയെല്ലാം നിങ്ങൾ ചിന്തിക്കണം. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായ യേശു വീണ്ടും ജോർദാനിൽ മാമോദിസ സമയത്ത് പരിശുദ്ധാത്മാവോട് നിറയപ്പെട്ട് പ്രാവിന് പ്രകടമായി സ്വർഗത്തിൽ നിന്ന് ആത്മാവിൻ്റെ പ്രവാഹം ഉണ്ടായി, അരുളപ്പാടുകളുണ്ടായി. പക്ഷേ ഈ ആത്മാവ് യേശുവിനെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോയി. മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോയത്. ഒരു വൈദികനായാൽ സാധാരണ ആളുകൾ കൂടുതൽ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ഒരു സിസ്റ്ററിനെ കൂടുതൽ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ക്ഷണിക്കും. ഒരു വൈദിക വിദ്യാർത്ഥി മറ്റ് യുവാക്കന്മാരിൽ നിന്നും വേർതിരിഞ്ഞ് കോളേജ് പഠനം കഴിഞ്ഞ് കോളേജ് സെമിനാരിൽ ചേരുമ്പം മറ്റ് യുവാക്കന്മാരെക്കാൾ കൂടുതൽ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ത്യാഗം സഹിച്ചുള്ള പ്രാർത്ഥന, ത്യാഗം സഹിച്ചുള്ള ജീവിതം.
അത് പരിശുദ്ധാത്മാവ് നയിക്കുന്നൊരു ജീവിതമാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ത്യാഗം സഹിച്ച് 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 പ്രാർത്ഥിച്ച യേശു, വിശപ്പ് സഹിച്ച് 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 പ്രാർത്ഥിച്ച യേശു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശു, ആ പ്രാർത്ഥനയുടെ സമാപനത്തിലുള്ള വചനമാണ് നമ്മൾ കേട്ടത്. 14-ാമത്തെ വാക്യം, ലൂക്ക 4:14. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശക്തി വെളിപ്പെടാത്തത്? ഇന്ന് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വെളിപ്പെടാത്തത്? ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും ആത്മാവ് നിശ്ചലനായിരിക്കുന്നത്? ത്യാഗമെടുത്ത് ത്യാഗം സഹിച്ചുള്ള പ്രാർത്ഥനയെ നാം മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ പ്രിയ സഹോദരനായ സാംസണച്ചൻ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. സാംസണച്ചൻ, അച്ഛൻ 10 വർഷത്തിലധികമായി ഇവിടെ അട്ടപ്പാടിയിൽ ഈ ഒരു രംഗത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ PDM അച്ഛന്മാർ, വൈദിക വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശീലനത്തിലായിരിക്കുകയാണ്. അപ്പോൾ സാംസണച്ചൻ അനുഭവത്തിൽ നിന്നപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. ഓരോ ത്യാഗത്തിനും അതിൻ്റെതായ വിലയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹവാനപ്പെട്ട വട്ടായിലച്ചൻ തൊട്ട് അടുത്ത നിമിഷത്തിൽ നമ്മളോട് സൂചിപ്പിച്ചു ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തനം ചെയ്യുന്നു അതിനു മുമ്പ് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നാം കാണുക. മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 23-ാമത്തെ തിരുലിഖിതം, അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടിട്ട് ഈശോ ഒത്തിരിയേറെ ശുശ്രൂഷ ചെയ്ത് അനേകം മക്കളെ രോഗസൗഖ്യവും പൈശാചിക പീഡകളിൽ നിന്ന് വിടുതലും എല്ലാം നൽകിയ ശേഷം ഈശോ തനിയെ തൻ്റെ പിതാവിനോട് രാത്രിയുടെ യാമങ്ങളിൽ നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ്. ത്യാഗത്തോടെ സഹിച്ച് വേദനിച്ച്, ചിലപ്പോൾ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവുകയില്ല. ശുശ്രൂഷ കഴിഞ്ഞിട്ട് മലയിലേക്ക് പോയി തനിയെ പ്രാർത്ഥിക്കുന്ന യേശു. ഇവിടെയെല്ലാം ഈശോ നമുക്ക് പകർന്നു തരുന്ന ഒരു സന്ദേശം, നീ ഇതുപോലെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ്. വീണ്ടും നമുക്കറിയാം, യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വത്സല പുത്രനാണ്. ഈ ലോകത്തിലേക്ക് ദൈവമക്കളുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുകൊണ്ട് മരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട യേശു, എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിതാവ് തനിക്കിങ്ങനെ സഹനങ്ങൾ തരുമ്പോൾ മറു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നാൽ ഈശോയോട് അവസാനം പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവിൽ ഇത്ര നിറഞ്ഞിട്ട് അവസാനം പിതാവ് പറയാണ്, നീ കാൽവരി മലയിൽ കുരിശിൽ മരിക്കണം, എല്ലാവരുമായി പരിത്യജിക്കപ്പെടും, എല്ലാവരുടെയും കുത്തുവാക്കുകൾ, പരിഹാസം, നിന്ദന, അപമാനം, ചമ്മട്ടിയടി, ചാട്ടമാറടി, ഇതെല്ലാം നിന്റെ ശരീരത്തിലേക്ക് ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഈശോ ഒന്ന് പതറി, ഒന്ന് വേദനിച്ചു. ആ രാത്രിയിൽ ഈശോ തനിയെ ഗെത്സമൻ തോട്ടത്തിലേക്ക് പോകുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ അതിൽ 41-ാമത്തെ തിരുലിഖിതം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ഗെത്സമൻ തോട്ടത്തിൽ ചെന്നു. അവിടെ അവരിൽ നിന്ന് ഒരു ശിഷ്യന്മാരുടെ കൂടെയാണ് പോണത്. അവിടെ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ ഒരു കല്ലേറ് മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കുന്ന യേശു തമ്പുരാൻ അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവായ യേശു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഏക ദൈവമാണ് നമുക്കറിയാം. എന്നാൽ താൻ ഏറ്റെടുക്കാൻ പോകുന്ന
ആ കുരിശ് മരണത്തെ ആശ്ലേഷിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ മുട്ടേൽ വീണ് പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഇവിടെ നമ്മൾ കാണുക. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 39-ാമത്തെ തിരുലിഖിതം. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമന്ന് വീണ് പ്രാർത്ഥിച്ചു. കമന്ന് വീണു. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു അവൻ മുട്ടേൽ വീണ് പ്രാർത്ഥിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ മുൻപോട്ട് ചെന്ന് കമന്ന് വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രമിൽ അകന്നു പോകട്ടെ, എങ്കിൽ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ, അവിടുത്തെ ഹിതം പോലെ ആകട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. മുട്ടേൽ കമന്ന് വീണ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ എന്നാൽ വീണ്ടും നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ എത്തുമ്പോൾ 14-ാം അധ്യായം 35-ാമത്തെ തിരുലിഖിതം. മർക്കോസ് 14:35. അവൻ അല്പദൂരം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 3 സുവിശേഷകരും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾക്ക് ചിന്തിച്ച് നോക്കണം. ഈശോ മുട്ട വീണു, കുറേ സമയം മുട്ടയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ മുട്ട് വേദനിച്ചപ്പോൾ നിലത്തേക്ക് കമന്ന് ആ പരിപരുത്ത മണ്ണിലേക്ക് കമന്ന് വീഴുകയാണ്. കമന്ന് വീണ് പ്രാർത്ഥിച്ചു. പിന്നെ നിലത്തേക്ക് വീണു. ചിലപ്പോൾ നിലത്ത് കിടന്ന് ഉരുണ്ട് കർത്താവ് പ്രാർത്ഥിക്കണം, അപ്പാ, ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന സങ്കടം, ഏറ്റെടുക്കാൻ പോകുന്ന വേദനകൾ എനിക്ക് താങ്ങാൻ പറ്റാത്തതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെയെല്ലാം ഈശോ നമുക്ക് നൽകുന്നൊരു മാതൃക. നിന്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ക്ലേശങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളും പീഡകളും വരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകണം. കമന്ന് വീണ് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നിലത്തുരുണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. മെറ്റിലിട്ട പാതയിലൂടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തു തീരൂ. അങ്ങനെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വട്ടായലിച്ച് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന് സാന്നിധ്യമുണ്ടാകും. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും. അനർത്ഥങ്ങളിലും അപകടങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ സഹനങ്ങളും വേദനകളും ഏറ്റെടുക്കും. വീണ്ടും നമ്മൾ പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകൻ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ആളായിരുന്നു. എല്ലായിടത്തും ത്യാഗത്തിനൊരു മനുഷ്യനായിരുന്നു ദാനിയേൽ പ്രവാചകൻ. ദാനിയേലിന് എല്ലാ കഴിവുമുണ്ട്. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ കഴിവുണ്ട്, എല്ലാ പവറുമുണ്ട്, ബുദ്ധിശക്തി, ജ്ഞാനം, ഇതെല്ലാം ഉണ്ട്. ഇത് കണ്ട് രാജാവ് ദാനിയേലിനെ തിരഞ്ഞെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ കൊണ്ടുവരുമ്പോൾ ദാനിയേൽ അവിടെയും ത്യാഗം സ്വീകരിക്കുകയാണ്. അവിടെ വിഭവസമൃദ്ധമായി ഇഷ്ടം പോലെ ഭക്ഷണം ഇരിക്കുക, എല്ലാ മാംസവും പഴവർഗ്ഗങ്ങളും അതുപോലെ എല്ലാ ഭക്ഷണവും, മദ്യം വരെ ഉണ്ട്, ലഹരി വസ്തുക്കളെല്ലാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രേരണയാൽ ദാനിയേൽ അതെല്ലാം ഉപേക്ഷിച്ചു. ദാനിയേൽ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം. ദാനിയേൽ പ്രവാചകൻ 1:8 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞ് കൊണ്ടോ മലിനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. അതിനാൽ മലിനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഡന്മാരോട് നായകനോട് അഭ്യർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ അവിടെയും ആ കൊച്ചു കുട്ടി തീരുമാനിക്കുകയാണ്, ഞാൻ വിഭവസമൃദ്ധമായ ഭക്ഷണം, രാജാവ് കുടിക്കുന്ന വീഞ്ഞ് ഇത് ഞാൻ തൊടുകയില്ല. അപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ ആ ഒരു ചെറിയ സഹനം, ചെറിയൊരു ത്യാഗം, ചെറിയൊരു ഉപേക്ഷ ദൈവം കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1:17 വാക്യം, 1:17 തിരുവചനം പറയുന്നത് എങ്ങനെയാണ്, ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി. സകല ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് ദാനിയേലിന് കൊടുത്തു. ഈ അഭിഷേകം ദാനിയേലിന് കിട്ടുന്നത് അതിന് പിന്നിൽ ദാനിയേൽ കൊടുത്ത പ്രാർത്ഥനയ്ക്ക് കൊടുത്ത ഒരു വില. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം മാത്രം ഉപേക്ഷിച്ചല്ല ദാനിയേൽ പ്രാർത്ഥിച്ചത്. ദാനിയേൽ പ്രവാചക പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതം. ദാനിയേൽ 6:10
രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നുവെന്നറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടേന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. നോക്ക്, എങ്ങനെയാണ് ദാനിയേലിലേക്ക് പരിശുദ്ധാത്മന അഭിഷേകം നിറഞ്ഞത്? തീ ജ്വാലയ്ക്കകത്തേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഞാൻ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീ ജ്വാലയിലേക്ക് സ്വമേധയാ ഇറങ്ങിപ്പോകാൻ ധൈര്യം കിട്ടിയത് ദാനിയേൽ പ്രവാചകന്റെ ജീവിതത്തിലെ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു തമ്പുരാന് വലിയ ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് നഗ്നനായി കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കാനും ആ കുരിശ് മരണത്തോളം സഹനത്തിലൂടെ ആ കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലയുടെ നിറകിലേക്ക് നടന്ന് കയറാനുള്ള അഭിഷേകം ദൈവം കൊടുത്തത് യേശു തമ്പുരാന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന. ശുശ്രൂഷ കഴിഞ്ഞും ശുശ്രൂഷയ്ക്ക് ശേഷവും മണിക്കൂറുകളോളം തൻ്റെ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വില കൊടുത്ത് പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അവിടെ 16-ാം അധ്യായം 27-28 തിരുലിഖിതങ്ങൾ, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഒരുങ്ങി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്ന് വിജ്ഞാപനമായിരുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. രാവിലെ സൂര്യോദിക്കുന്നതിന് മുമ്പ് 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വിലയും ജപമാലയും കരുണക്കൊന്തയിൽ ചൊല്ലി കർത്താവിന് സന്നിധിയിൽ കുടുംബത്തിലെ അനർത്ഥങ്ങൾ മാറാൻ, രോഗങ്ങൾ മാറാൻ, തടസ്സങ്ങൾ മാറാൻ, നമ്മുടെ കൃഷിസ്ഥലത്തെ അനുഗ്രഹിക്കാൻ, ബിസിനസ് സ്ഥാപനത്തെ അനുഗ്രഹിക്കാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം. പ്രഭാഷകന്റെ പുസ്തകം 32:14. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രഭാതത്തിൽ ഉണർന്നാണെങ്കിലും രാത്രിയുടെ യാമങ്ങളിലാണെങ്കിലും നാം ഉറക്കമുളച്ചും ഇച്ചിരി നേരത്തെ എഴുന്നേറ്റുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം കൊടുക്കുന്ന ചെറിയ ത്യാഗത്തിന് അതിശക്തമായ അഭിഷേകം അതിലൂടെ നമുക്ക് ലഭിക്കും. മർക്കോസ് 1:35. അവൻ അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ അഭിഷേകം പ്രാപിച്ച വ്യക്തികൾ, അത് പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും എല്ലാം ചെയ്തത് ഒരേ ഒരു പ്രാർത്ഥനയാണ്, ത്യാഗത്തോടെ പ്രാർത്ഥന. എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ അപ്പസ്തോലന്മാരുടെയും ജീവിതത്തിൽ ഇത്ര ത്യാഗത്തിൻ്റെ ഒരരൂപി, പരിത്യജിക്കുന്ന ഒരൂപി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താം, കമന്ന് വീണാം. കുരിശിൻ്റെ വഴിയിലൂടെ നമുക്കും കർത്താവിനെ മഹത്വപ്പെടുത്താം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ചെറിയ ത്യാഗങ്ങൾ ദൈവസന്നിധിയിൽ വിലയുള്ളതാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടാൻ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുക വിശുദ്ധന്മാർ അവലംബിച്ച ഒരു ജീവിത രീതിയാണത്. ഞാൻ ഓർക്കുന്നുണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ജീവിതം. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ ജീവിച്ചിരുന്ന കാലത്ത് ആത്മാവിൻ്റെ ശക്തി വളരെ പ്രകടമായി വെളിപ്പെട്ടു. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് പ്രകടമായ മാനസാന്തരങ്ങൾ, ഒരുപാട് വലിയ ദൈവിക ഇടപെടലുകളുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ മരിച്ച് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ബോഡി മൃതസംസ്കാരത്തിൻ്റെ ഒരുക്കുമ്പോൾ കണ്ടൊരു കാഴ്ച, അദ്ദേഹം ധരിച്ചിരുന്ന മുള്ളരഞ്ഞാണം അത് ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഇരിക്കുന്നൊരു കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ചമ്മട്ടിയടിയും മുള്ളരഞ്ഞാനം ധരിച്ചുള്ള പ്രാർത്ഥനകൾ രഹസ്യമായി മറ്റൊരു ലോകത്തിൽ ഒരാളും അറിയാതെ പേഴ്സണലായി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്ത ആ ഒരു ത്യാഗം, അത് കർത്താവ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ, ഒരു വലിയ സൈന്യം എന്നല്ല, ഫ്രാൻസിനെ മുഴുവനും സ്പർശിക്കാൻ തക്കവിധം ശക്തമായ പരിശുദ്ധാത്മാ ഇടപെടൽ ആ പാവപ്പെട്ട ചെറിയ ഈ വ്യാനിയച്ഛനിലൂടെ സംഭവിച്ചു. അതുപോലെ എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ അവരുടെ ജീവിത രീതി ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട സാമസച്ചനുടെ കർത്താവ് നമ്മളോടൊന്ന് സംസാരിച്ചു. ആരാധന സമയത്ത് ഈ ഒരു കൃപ നമ്മുടെ മേൽ പ്രകടമാകാനും വെളിപ്പെടാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കൈകൾ കൂപ്പി മുട്ടിന്മേൽ നിന്ന് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. യേശുവേ, സുഖലോലമത ഉപേക്ഷിക്കാനും ത്യാഗം സഹിച്ച് ത്യാഗം സഹിച്ചുള്ള ശുശ്രൂഷ, ത്യാഗം സഹിച്ച് ജീവിതം ഒരു ബലിയായി സമർപ്പിക്കുന്നൊരു ജീവിത രീതി, വിശുദ്ധന്മാർ അവലംബിച്ച ജീവിത രീതി, യേശു പ്രഘോഷിച്ച ജീവിത രീതി ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുന്ന വഴികൾ കാണിച്ചു തരണമേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഈ ആശീർവാദ സമയത്ത് മക്കളെ, ഈ ഒരു കൃപ നമുക്ക് കിട്ടും. നല്ല ഈ ദൈവസന്നിധിയിൽ ഇഫക്റ്റീവായി പ്രാർത്ഥനയുടെ രീതിയാണത്, ഇഫക്റ്റീവായ ശുശ്രൂഷയുടെ രീതിയാണത്. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആത്മാവേ റൂഹായേ, ആത്മാവേ റൂഹായേ, റൂഹ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത് ത്യാഗം സഹിച്ചുള്ള വിശുദ്ധമായൊരു ജീവിതത്തിലേക്കാണ്. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി വിളിക്കുന്നു. ആത്മാവേ റൂഹായേ,